കൂടി എല്ലാവർക്കും KTയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല രീതിയിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കിന്റെ സിലബസ് ആണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇൻസ്പെക്ടർ എക്സാമിന്റെ സിലബസ് ഇതുവരെ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെയും സിലബസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാമിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോവുക ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഈ നെറ്റ്വർക്കിന്റെ ഒരു എക്സാം അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ എക്സാം അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ നെറ്റ്വർക്കിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. 5, 4, 3 മാർക്കൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നെറ്റ്വർക്ക് സ്ട്രോങ് ആവാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ്, അതായത് ബാക്കിയുള്ള കോർ സബ്ജക്റ്റ് ആയ മെഷീൻസ്, പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നെറ്റ്വർക്ക് അറിഞ്ഞാൽ മാത്രമാണ് ആ ഒരു സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും. അതുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കിന്റെ വെയിറ്റേജ് കുറവാണെന്ന് വിചാരിച്ച് ഒരിക്കലും ഇത് പഠിക്കണ്ട എന്ന് വിചാരിച്ച് പോകരുത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവാം ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സിലബസിൽ നമ്മൾ നോക്കാനായിട്ട് പോവാം. അതിൽ നമ്മൾ ഓംസ് ലോയും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സീരീസ് പാരലൽ സർക്യൂട്ട്, സീരീസ് ആകുമ്പോൾ പാരലൽ ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക, RLC എലിമെന്റ്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് എലിമെന്റ്സ് ആണ് RLC, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ബേസിക് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കും. അപ്പോൾ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ട് പോവുക നോഡും മെഷ് അനാലിസിസ് ആണ്. ഓക്കെ, നോഡും മെഷ് അനാലിസിസ് ആണ് അതിനുശേഷം നമ്മൾ നോക്കാനായിട്ട് പോവാം. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് തിയറംസ് പഠിക്കും. നെറ്റ്വർക്ക് തിയറംസിൽ നമുക്കറിയാം മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ തെവെനിൻ, നോർട്ടൺ, സൂപ്പർ പൊസിഷൻ, അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇതാണ് ഈ 4 തിയറമാണ് മെയിനായിട്ട് നമ്മൾ ഇത് നോക്കുക. ബാക്കിയുള്ള കുറച്ച് തിയറംസ് നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ ട്രാൻസിയന്റ് അനാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ട്രാൻസിയന്റ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ റെസൊണൻസ് പഠിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, റെസൊണൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PSC ടൈപ്പ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് റെസൊണൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ പഠിക്കാനായിട്ട് പോവുക 2 പോർട്ട് നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ടോപ്പിക്. അതിനുശേഷം നമ്മൾ നോക്കാം 3 ഫേസ് സർക്യൂട്ട്സ് ആണ്. അനാലിസിസ് ഓഫ് 3 ഫേസ് സർക്യൂട്ട്സ് ആണ് അതിനുശേഷം നമ്മൾ നോക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് തിയറി നോക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഗ്രാഫ് തിയറി. അതുപോലെ തന്നെ അവസാനത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫിൽറ്റേഴ്സ്. ഈ ഒരു 10 കൺസെപ്റ്റ്സ് ആണ് അല്ലെങ്കിൽ 10 ടോപ്പിക്കുകളാണ് നമ്മൾ ഇപ്പോൾ നിലവിലെ നെറ്റ്വർക്ക് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകാം. ഇനി ഇതിന് പുറമെ ഉള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പുറമെ ഇനി സിലബസ് വന്നതിന് ശേഷം ഇതിന് പുറമെ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് ശേഷം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം ഈ ഒരു 10 ടോപ്പിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ വീഡിയോസ് ഒക്കെ കാണാം. ഓക്കെ, പറ്റുമെങ്കിൽ ഓരോ സബ്ജക്ട്സിനും ഓരോ നോട്ട്ബുക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. കാരണം 2021 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ച് ഒരു നല്ലൊരു ഇയർ ആവാൻ സാധ്യതയുണ്ട്. കാരണം AI ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓവർസിയർ വിളിച്ചിട്ടുണ്ട്, ഒരു സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട്. ഈ വിളിക്കാൻ സാധ്യതയുള്ള AI, അതുപോലെ തന്നെ സബ്, ഇതിനൊക്കെ നല്ലൊരു രീതിയിൽ ഒരുങ്ങുകയാണെങ്കിൽ 2021 നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കോർ ഫീൽഡിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്ട്സിനും പറ്റുമെങ്കിൽ ഓരോരോ നോട്ട്ബുക്ക് വാങ്ങിച്ച് നമ്മളിവിടെ എടുക്കുന്ന ഓരോ ടോപ്പിക്സും എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ടാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രിക്കൽ ഇതിൽ എന്തൊക്കെയാണ് ബേസിക് ക്വാണ്ടിറ്റീസ്. നമുക്ക് മെയിനായിട്ട് 5 ബേസിക് ക്വാണ്ടിറ്റീസ് ഉണ്ട് ഇലക്ട്രിക്കലിൽ. അതിൽ ആദ്യം നമ്മുടെ ചാർജ്, അതിനുശേഷം നമ്മൾ കറണ്ട്, മൂന്നാമത്തേത് വോൾട്ടേജ്, നാലാമത്തേത് പവർ, അഞ്ചാമത്തേത് വർക്ക് അല്ലെങ്കിൽ എനർജി. ഇതാണ് 5 ബേസിക് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇലക്ട്രിക്കലിലെ എന്ത് എടുത്താലും ഈ 5 ക്വാണ്ടിറ്റീസിലായിരിക്കും നമ്മൾ കളിക്കുക. ഒന്നുകിൽ വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, ചാർജ്. ഇതാണ് 5 ബേസിക് ക്വാണ്ടിറ്റീസ്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ചാർജ് ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ. മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറഞ്ഞാൽ. ഒരു ഇലക്ട്രിക്കൽ എനർജിയിൽ അത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ചാർജ്. ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ചാർജ്. കറണ്ട് അല്ല, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ചാർജ് ആണ്.
രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ് ആണ് നമുക്കുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അതിൽ പോസിറ്റീവ് ചാർജിനെ നമ്മൾ പ്രോട്ടോൺ എന്നും നെഗറ്റീവ് ചാർജിനെ നമ്മൾ ഇലക്ട്രോൺ എന്നും വിളിക്കും. അടുത്തത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 1.6 × 10⁻⁻⁹ കൂളമാണ്. ഓർത്തിരിക്കുക, 1 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1.6 × 10⁻⁻⁹ കൂളമാണ്. അപ്പോൾ ഒരു ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളമാണ്. ഓക്കെ, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളമാണ്. ഇനി ഒരു കൂളം ആവാനായിട്ട് എത്ര ഇലക്ട്രോൺ വേണമെന്ന് വെച്ചാൽ 625 × 10⁻16 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് അത് ഒരു കൂളം ആവാം. ഓർത്തിരിക്കുക, ഒരു കൂളം ആവാനായിട്ട് 625 × 10⁻16 ഇലക്ട്രോൺസ് വേണം ഒരു കൂളം ആവാനായിട്ട്. അതുപോലെ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് ബട്ട് ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതുപോലെ തന്നെ ചാർജ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ചാർജും കൺസർവേഷൻ ഓഫ് ചാർജ് ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതായത് എനർജി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ചാർജ്. അതായത് ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഓർത്തിരിക്കുക, ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. 1 കൂളം ആവാനായിട്ട് എത്ര ഇലക്ട്രോൺസ് വേണം? 1 കൂളം ആവാനായിട്ട് 625 × 10⁻16 ഇലക്ട്രോൺസ് വേണം. അതുപോലെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1.6 × 10⁻⁻⁹ കൂളമാണ്. അടുത്ത രണ്ടാമത്തെ ബേസിക് ക്വാണ്ടിറ്റി ആണ് കറന്റ്. ഓക്കെ, എന്താണ് കറന്റ്? കറന്റ് വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. നമുക്കറിയാം ഫ്ലോ ഓഫ് ചാർജിനെ വിളിക്കുന്ന പേരാണ് കറന്റ്. ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആവാം, ഫ്ലോ ഓഫ് പ്രോട്ടോൺ ആവാം. ഓക്കെ, അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കറന്റിനെ? I = Q / T. Q എന്ന് പറഞ്ഞാൽ ചാർജ്, T എന്ന് പറഞ്ഞാൽ ടൈം. ഇനി നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് കറന്റ്, അതായത് കറന്റ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റിലെ കറന്റ് വേണമെങ്കിൽ അതിന് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഇൻസ്റ്റന്റേനിയസ് കറന്റ് = I of t. ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ അത് ഡിപെൻഡന്റ് ആണ്, അതായത് ടിനെ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, ആ സമയത്തുള്ള ഇൻസ്റ്റന്റേനിയസ് കറന്റ് എന്ന് പറഞ്ഞാൽ dQ / dt ആണ്. ഓർത്തിരിക്കുക, ഇൻസ്റ്റന്റേനിയസ് കറന്റ് എന്ന് പറഞ്ഞാൽ I of t ആണ്. എപ്പോഴും നമ്മൾ ഇൻസ്റ്റന്റേനിയസ് കറന്റ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിനൊക്കെ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. സോ I of t = dQ / dt. ഇനി കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ആംപിയറിന്റെ വേറെ രീതിയിൽ നമുക്ക് എഴുതാം കൂളം പെർ സെക്കൻഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ആംപിയർ ആണ് കറന്റിന്റെ യൂണിറ്റ്. Q / T യിൽ Q നമുക്കറിയാം, Qന്റെ യൂണിറ്റ് കൂളമാണ്, Tന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് ആംപിയർ = കൂളം പെർ സെക്കൻഡ് എന്ന് കിട്ടുക. അപ്പോൾ യൂണിറ്റ് ഓർത്തിരിക്കുക, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ വോൾട്ടേജ്. വോൾട്ടേജ് നമുക്ക് എല്ലാവർക്കും പണ്ട് മുതൽ അറിയാവുന്ന പോലെ തന്നെ അതൊരു വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ എനർജി വേസ്റ്റ് ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് എടുത്തു അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയാം. വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dW/dQ. കാരണം ദിസ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ്, ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dW/dQ. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ്, V ആണ് ഡിനോട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ കറന്റ് കൂളം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ വോൾട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾസ് പെർ കൂളം ആണ്. കാരണം വോൾട്ടേജിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. വർക്കിനെ നമ്മൾ ജൂളിലാണ് റെപ്രസെന്റ് ചെയ്യുക, ചാർജിനെ നമ്മൾ കൂളം. അതുകൊണ്ട് ജൂൾ പെർ കൂളം ആണ് വോൾട്ടിന്റെ യൂണിറ്റ്. അടുത്ത നാലാമത്തെ ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പവർ ആണ്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, വർക്ക് എത്ര നേരം കൊണ്ട് ചെയ്തു എന്നാണ് പവർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പവർ മീൻസ് ഇറ്റ് ഇസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P = dW/dt ആണ്, അതായത് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ടു ടേക്ക് ദാറ്റ് വർക്ക്. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. അവർക്കറിയാം പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ടിനെ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. വോൾട്ടേജിന്റെ ഇക്വേഷൻ, വോൾട്ടേജിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം ആണ്. ഓർത്തിരിക്കുക, വോൾട്ടേജിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം ആണ്, പക്ഷേ പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓർത്തിരിക്കുക, വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കൂളുമ്പും പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡുമാണ്. ഓക്കെ, ഇനി ഈ dW/dt നമുക്ക് dW/dQ into dQ /dt എന്ന് എഴുതാം. കാരണം നമുക്കറിയാം Q dQ ക്യാൻസൽ ആയാൽ വീണ്ടും dW/dt തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ നമുക്കറിയാം dW/dQ എന്താണ്? നേരത്തെ പഠിച്ചു
ഡി ഡബ്ല്യു ബൈ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ വി ആണ്, വോൾട്ടേജ് ആണ് ഡി ഡബ്ല്യു ബൈ ഡി ക്യൂ. ഡി ക്യൂ ബൈ ഡി ടി എന്താണ്? നമ്മുടെ കറണ്ട് ആണ്. സോ അങ്ങനെയാണ് പവറിന്റെ ഇക്വേഷൻ വി ഇൻറ്റു ഐ, വി ഐ എന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെ യൂണിറ്റും കിട്ടും. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടും, ഐന്റെ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംസും. സോ വോൾട്ട് ആംപിയറും പവറിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 3 യൂണിറ്റ് ആണ് നമ്മൾ പവറിന് പഠിച്ചത്. 1 ബേസിക് ആയിട്ടുള്ള വാട്ട്, 2 ജൂൾ പെർ സെക്കൻഡ്, 3 വോൾട്ട് ആംപിയർ. അപ്പോൾ ഈ 3 യൂണിറ്റ് ഓർത്തിരിക്കുക. രണ്ടാമത്തെ നമ്മുടെ ക്വാണ്ടിറ്റി ആണ് വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി. വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജിനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഇസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയാം. അതിന്റെ എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ വർക്ക് ഡണിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്, നിങ്ങൾക്കറിയാം. അതിന്റെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ടി, പവർ ഇൻറ്റു ടി ആണ് എനർജിയുടെ ഇക്വേഷൻ. ഇതിന് നമുക്ക് പവറിന് നമുക്ക് വി ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പോൾ വി ഐ ടി എന്ന് പറയുന്നതും എനർജിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് പവറിന്റെ ടൈമിന്റെ പവറിന്റെ യൂണിറ്റ് വാട്ടാണെന്ന് അറിയാം, ടിന്റെ സെക്കൻഡ് ആണെന്ന് അറിയാം. അപ്പോൾ ജൂളിൽ നമുക്ക് വാട്ട് സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, വാട്ട് സെക്കൻഡ് എന്ന് എഴുതാം. അതുപോലെ ഇതിൽ നിന്ന് വി വോൾട്ടേജ് ആണ്, വിന്റെ ഐന്റെ ആംപിയർ ആണ്, ടിന്റെ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് വോൾട്ട് ആംപിയർ സെക്കൻഡ് എന്ന് നമുക്ക് ജൂളിന് എഴുതാം. അപ്പോൾ ഇതാണ് 5 ബേസിക് ക്വാണ്ടിറ്റീസ്: ചാർജ്, കറണ്ട്, വോൾട്ടേജ്, വർക്ക് ഡൺ, പവർ. ഈ 5 ബേസിക് ക്വാണ്ടിറ്റീസ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത്. ഈ 5 ക്വാണ്ടിറ്റീസിലായിരിക്കും നമ്മൾ എന്തൊക്കെ നെറ്റ്വർക്കിൽ ഡീൽ ചെയ്യുകയാണെങ്കിലും ഈ 5 ക്വാണ്ടിറ്റീസും റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 5 പ്രോപ്പർട്ടീസ്, 5 ക്വാണ്ടിറ്റീസും ഓർത്തിരിക്കുക. അതിന്റെ ഓരോ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ നേച്ചർ ഓഫ് എലിമെന്റ്സ് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറെ എലിമെന്റ്സ് അടങ്ങിയതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയാം. റെസിസ്റ്റൻസ് ഉണ്ടാവാം, കപ്പാസിറ്റൻസ് ഉണ്ടാവാം, ഇൻഡക്ടർ ഉണ്ടാവാം, ഡയോഡ് ഉണ്ടാവാം. അങ്ങനെ കുറെ ഡിവൈസസ് ചേർന്നതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഓരോ എലിമെന്റിന്റെ നേച്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുക വി ഐ കാര വെച്ചിട്ടാണ്. ഓക്കെ, നേച്ചർ ഓഫ് എലിമെന്റ്സ് ഇസ് ഡിസൈഡഡ് ബൈ വി ഐ കാര. വി ഐ കാര ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ എലിമെന്റിന്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ നോക്കാം. മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് ഇതാണുള്ളത്, ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആദ്യത്തെ നേച്ചർ എന്ന് പറഞ്ഞാൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ, ഇതാണ് ആദ്യത്തെ നേച്ചർ ഓഫ് എലിമെന്റ്. രണ്ടാമത്തത് യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഓക്കെ, ആദ്യത്തെ എന്താണ്? ലീനിയർ ആൻഡ് നോൺ ലീനിയർ. രണ്ടാമത്തത് യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. മൂന്നാമത്തത് ആക്റ്റീവ് ആൻഡ് പാസീവ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് പാസീവ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. ടൈമിനനുസരിച്ച് വേരി ചെയ്യും, ടൈമിനനുസരിച്ച് വേരി ചെയ്യില്ല. അഞ്ചാമത്തെ ഒരു ഇതുണ്ട് ലംബ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അത് പക്ഷേ വി ഐ കാരയുടെ ബേസിലല്ല. അപ്പോൾ ബേസ്ഡ് ഓൺ വി ഐ കാര ഈ 4 ടൈപ്പ് ഓഫ് എലിമെന്റ്സ് ഉണ്ടാകും: ലീനിയർ ആൻഡ് നോൺ ലീനിയർ, യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ, ആക്റ്റീവ് ആൻഡ് പാസീവ്, ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. ഇനി എന്തൊക്കെയാണ് ഈ 4 എലിമെന്റ്സ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കാരയാണ് ഈ 4 ടൈപ്പ് ഓഫ് എലിമെന്റ്സ് വരാമെന്ന് നമുക്ക് നോക്കാം. ഇത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലിമെന്റ്. എന്താണ് ഒരു ലീനിയർ എലിമെന്റ്, എന്താണ് ഒരു നോൺ ലീനിയർ എലിമെന്റ്? ഒരു ലീനിയർ എലിമെന്റ് ആവണമെങ്കിൽ, ഇഫ് ആൻ എലിമെന്റ് ഷുഡ് ബി ലീനിയർ എലിമെന്റ്, then the IV cara അല്ലെങ്കിൽ VI cara, IV cara should be a straight line. ആദ്യത്തെ പോയിന്റ്, ഒരു എലിമെന്റ് ലീനിയർ ആവണമെങ്കിൽ അതിന്റെ VI cara എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. രണ്ടാമത്തത് പാസിംഗ് ത്രൂ ഒറിജിൻ. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അതൊരു ലീനിയർ എലിമെന്റ് ആണെന്ന് പറയുള്ളൂ. If it is not satisfying these 2 conditions, then it is a non-linear element. അപ്പോൾ നമുക്കറിയാം IV കാരയിൽ എങ്ങനെയായിരിക്കണം? IV കാര it should be a straight line passing through origin. ഈ ഒരു കാര ഉള്ള IV കാര ഉള്ള എല്ലാ എലിമെന്റ്സിനെയും നമ്മൾ ലീനിയർ എലിമെന്റ് ആണെന്നാണ് പറയാം. ഇനി ഈ ഒരു IV കാര ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ ഇതൊരു ലീനിയർ എലിമെന്റ് ആയിരിക്കും, നോൺ ലീനിയർ എലിമെന്റ് ആയിരിക്കും. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്, പക്ഷെ ദിസ് ഇസ് നോട്ട് പാസിംഗ് ത്രൂ ഒറിജിൻ. അതുകൊണ്ട് ഇതൊരു നോൺ ലീനിയർ എലിമെന്റ് ആയിരിക്കും. നേരെ മറിച്ച് ദിസ് ഇസ് പാസിംഗ് ത്രൂ ഒറിജിൻ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. അതുകൊണ്ട് ഇതൊരു ലീനിയർ എലിമെന്റ് ആയിരിക്കും. ഇനി നമ്മുടെ എലിമെന്റ്സിൽ R, L, C, റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഈ 3 എലിമെന്റ്സും ലീനിയർ ആണ്, ലീനിയർ എലിമെന്റ്സ് ആണ്.
ഇനി അപ്പൊ എന്തൊക്കെയാണ് നോൺ ലീനിയർ എലിമെന്റ്സ്? നമ്മുടെ ബി ജെ ടി ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഈ മൂന്നും ബാക്കിയുള്ള എലിമെന്റ്സ് ഒക്കെ നോൺ ലീനിയർ എലിമെന്റ്സ് ആണ്. അപ്പോൾ എന്തിന്റെ ബേസിലാണ് ലീനിയറും നോൺ ലീനിയർ എലിമെന്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി IV chara. Okay, if it is straight line passing through origin, then it is a linear element. If it ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് പാസിംഗ് ത്രൂ ഒറിജിൻ അല്ലെങ്കിൽ അതൊരു നോൺ ലീനിയർ എലിമെന്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അതൊരു ലീനിയർ എലിമെന്റ് ആവുള്ളൂ. അടുത്തത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. എപ്പോഴാണ് ഒരു എലിമെന്റ് യൂണിലാറ്ററൽ എലിമെന്റ് ആവുക, എപ്പോഴാണ് ഒരു എലിമെന്റ് ബൈലാറ്ററൽ എലിമെന്റ് ആവുക? ബേസ്ഡ് IV ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ പിന്നെ ക്വാഡ്രാന്റിൽ 1നും 3നും സിമെട്രിക്കൽ ആണെങ്കിൽ, IV chara 1നും 3നും സിമെട്രിക്കൽ ആണെങ്കിൽ, അതുപോലെ തന്നെ 2നും 4നും സിമെട്രിക്കൽ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രാന്റിലും തേർഡ് ക്വാഡ്രാന്റിലും സിമെട്രിക് ആണ്, അതുപോലെ തന്നെ സെക്കൻഡിലും ഫോർത്തിലും സിമെട്രിക് ആണെങ്കിൽ ആ ഒരു എലിമെന്റിനെ നമ്മൾ ബൈലാറ്ററൽ എലിമെന്റ് എന്നാണ് പറയാം. സപ്പോസ് നമ്മുടെ IV chara നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ IV chara എങ്കിൽ, ഓക്കെ, ഇത് 1ലും 3ലും സിമെട്രിക്കൽ ആണ്. അപ്പോൾ ഇതൊരു ബൈലാറ്ററൽ എലിമെന്റ് ആണ്. ദിസ് ഈസ് എ ബൈലാറ്ററൽ. ഓക്കെ, ഇനി IV chara ഇതും ഒരു ബൈലാറ്ററൽ എലിമെന്റ് ആണ്. കാരണം ഇതും 2ലും സെക്കൻഡ് ക്വാഡ്രാന്റിലും ഫോർത്ത് ക്വാഡ്രാന്റിലും സിമെട്രിക്കൽ ആണ്. അപ്പോൾ ഇതും ബൈലാറ്ററൽ ആണ്. ഇനി വേറെ ഒരു chara നോക്കാം. IV chara തന്നെ. ഇത് ബൈലാറ്ററൽ ആണോ യൂണിലാറ്ററൽ ആണോ? ഇത് സിമെട്രിക്കൽ ആണ്. ഏതൊക്കെ തമ്മിൽ? 1ഉം 2ഉം തമ്മിൽ സിമെട്രിക്കൽ ആണ് VI chara. പക്ഷെ 1ഉം 3ഉം തമ്മിലോ അല്ലെങ്കിൽ 2ഉം 4ഉം തമ്മിലോ ഒരു സിമെട്രി ഇല്ല. അതുകൊണ്ട് ഇതൊരു യൂണിലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. യൂണിലാറ്ററൽ ആയിരിക്കും. അപ്പോൾ എന്താണ് എളുപ്പവഴി? ഒരു എലിമെന്റ് യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ എന്നറിയാനായിട്ട് ബേസ്ഡ് ഓൺ IV chara, IV charaയുടെ ബേസിൽ ആ chara ഇഫ് ഇറ്റ് സിമെട്രിക്കൽ അബൌട്ട് ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രാന്റ്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് സിമെട്രിക്കൽ അബൌട്ട് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ ബൈലാറ്ററൽ എലിമെന്റ് ആണ്. ബൈലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. ഇനി IV chara ഇല്ല എങ്കിൽ എങ്ങനെയാണ് ആ എലിമെന്റ് ഒരു ബൈലാറ്ററൽ ആണോ യൂണിലാറ്ററൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇനി VI chara നോക്കാണ്ട് എങ്ങനെയാണ് ഒരു എലിമെന്റ്, സപ്പോസ് ദിസ് X is an element, how we can say X is a unilateral അല്ലെങ്കിൽ ബൈലാറ്ററൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു വോൾട്ടേജ് പൊളാരിറ്റി, ഈ X എന്ന എലിമെന്റ് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് പൊളാരിറ്റി V1 കൊടുത്തു. ഓക്കെ, ആ V1ന്റെ എഫക്ട് കൊണ്ട് ഒരു കറന്റ് ഫ്ലോ ചെയ്തു I1. ഓക്കെ, നമ്മൾ I1 ഡിനോട്ട് ചെയ്തു I1 ആയിട്ട്. ഇനി സപ്പോസ് ഇഫ് വി ആർ ഇന്റർചേഞ്ചിങ് ദി പൊളാരിറ്റി ഓഫ് V1ന്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഈ അതേ എലിമെന്റിന് അക്രോസ് ഉള്ള കറന്റ് കണ്ടുപിടിച്ചു. അത് സപ്പോസ് I2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോത്ത് I1 ആൻഡ് I2 ഇസ് സെയിം, രണ്ട് സർക്യൂട്ടിലെയും I1ഉം I2ന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ then that element is a bilateral element. അപ്പോൾ എപ്പോഴാണ് ഒരു എലിമെന്റ് ബൈലാറ്ററൽ എന്ന് പറയാം? സപ്പോസ് ദി വോൾട്ടേജ് അക്രോസ് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു എലിമെന്റ് ഉണ്ടെങ്കിൽ ആ എലിമെന്റിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ആ എലിമെന്റിന് ത്രൂ ഉള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡും നേരത്തെ റിവേഴ്സലിന് മുമ്പ് ഉണ്ടായിരുന്ന മാഗ്നിറ്റ്യൂഡിനും കറണ്ട് സെയിം ആണെങ്കിൽ then that element is a bilateral element. അല്ല, if I1 not equal to I2 ആണെങ്കിൽ അത് ഒരു യൂണിലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. IV characteristic ബേസിൽ എങ്ങനെയായിരുന്നു? if the IV characteristic symmetrical about 1 and 3rd or 2 and 4th ആണെങ്കിൽ then it is a bilateral element. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് നേച്ചർ പഠിച്ചു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ആവണമെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം VI chara and should also pass through the origin. യൂണിലാറ്ററൽ ബൈലാറ്ററൽ നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് IV characteristics ഫസ്റ്റ് ക്വാഡ്രാന്റും തേർഡ് ക്വാഡ്രാന്റും തമ്മിൽ സിമെട്രിക്കൽ ആണെങ്കിൽ അതൊരു ബൈലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രാന്റിനും ഫോർത്ത് ക്വാഡ്രാന്റിനും സിമെട്രിക്കൽ ആണെങ്കിൽ അതും ഒരു ബൈലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആക്റ്റീവ് ആൻഡ് പാസീവ് എലിമെന്റ്സ് ആണ്. ആക്റ്റീവ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റിനെ ആക്റ്റീവ് എലിമെന്റ് എന്ന് പറയാം എപ്പോഴാണ് പറയാം? ഇഫ് ഇറ്റ് ഡെലിവേഴ്സ് പവർ. എപ്പോഴും ഒരു എലിമെന്റ് പവർ ഡെലിവർ ചെയ്യാണ്, ഔട്ട്സൈഡ് വേൾഡിന് പവർ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ആക്റ്റീവ് എലിമെന്റ് എന്ന് പറയും. അതേസമയം എപ്പോഴും ഒരു എലിമെന്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, പവർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു പാസീവ് എലിമെന്റ് എന്നാണ് പറയാം. ഇനി VI charaയുടെ ബേസിൽ എങ്ങനെയാണ് ഒരു എലിമെന്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് ആണെന്ന് പറയാം? VI charaയിൽ ഇഫ് ദാറ്റ് IV chara ആസ് എ നെഗറ്റീവ് സ്ലോപ്പ്, ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് IV charaയ്ക്ക് ഉള്ളതെങ്കിൽ അതൊരു ആക്റ്റീവ് എലിമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് എലിമെന്റിന് അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ഇതൊരു IV chara ആണെങ്കിൽ ഇതൊരു നെഗറ്റീവ് സ്ലോപ്പാണ്. ഓക്കെ, ഒരു നെഗറ്റീവ് ആണ്, റൈസിംഗ് അല്ല, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് എലിമെന്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് വൺ ആക്റ്റീവ് എലിമെന്റ്. ഇഫ് ദി IV chara പ്രൊവൈഡ്സ് നെഗറ്റീവ് സ്ലോപ്പ് then it is a active element. അല്ലെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ അതൊരു പാസീവ് എലിമെന്റ് ആയിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ അതൊരു ആക്റ്റീവ് എലിമെന്റ് ആയിരിക്കും.
ക്ലാസിഫിക്കേഷൻ ടൈം വേരിയന്റും ടൈം ഇൻവേരിയന്റും ഇത് എളുപ്പമാണ്. ഇഫ് വി ഐ കാരർ ചേഞ്ചസ് വിത്ത് ടൈം ദെൻ ഇറ്റ് ഇസ് എ ടൈം വേരിയന്റ്. അതായത് വി ഐ കാരർ ഓരോ സമയത്തും ഓരോ കാരർ ആണെങ്കിൽ അതൊരു ടൈം വേരിയന്റ് ആയിരിക്കും. ടൈം ഇൻവേരിയന്റ് എന്ന് വെച്ചാൽ 5V കാരർ ഇസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ടൈം. സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് IV കാരാണ്. T1 സമയത്ത് ഇതാണ് കാര, T2 സമയത്ത് ഇതാണ് കാരെങ്കിൽ ഇതൊരു ടൈം വേരിയന്റ് സിസ്റ്റമാണ്. ടൈം വേരിയന്റ് ആയിരിക്കും എലിമെന്റ്. അതേസമയം ത്രൂ ഔട്ട് ദ ടൈം ഇതിന്റെ T1, T2 ഏത് സമയത്തായാലും ഇതാണ് IV കാരെങ്കിൽ ദാറ്റ് ഇസ് എ ടൈം ഇൻവേരിയന്റ്. അപ്പോൾ ഇങ്ങനെയാണ് 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ: ലീനിയർ ആൻഡ് നോൺ ലീനിയർ, ആക്റ്റീവ് ആൻഡ് പാസീവ്, യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ, ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് ഒരു എലിമെന്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് തന്നിട്ട് ആ എലിമെന്റ് ആ ടൈപ്പ് ഓഫ് എലിമെന്റിന്റെ വി ഐ കാരർ തന്നിട്ട് അതൊരു ആക്റ്റീവ് ആണോ പാസീവ് ആണോ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ അങ്ങനെയുള്ള 4 ഓപ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. 3 എക്സാമ്പിൾസ് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ഗ്രാഫും എന്തൊക്കെയാണ് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് നോക്കാം. ഇതിൽ ടൈം വേരിയന്റും ടൈം വേരിയന്റ് ഒഴിച്ച് ബാക്കിയുള്ള 3 ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, അതുപോലെ തന്നെ ആക്റ്റീവ് ആണോ പാസീവ് ആണോ, അതുപോലെ യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ എന്ന് നോക്കാം. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ക്രോസിംഗ് ത്രൂ ഒറിജിൻ. ക്രോസിംഗ് ത്രൂ ഒറിജിൻ, ഒറിജിനിൽ കൂടി ക്രോസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. പക്ഷേ സ്ട്രേറ്റ് ലൈൻ മാത്രമല്ല, ഒരു സ്ട്രേറ്റ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസും ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് എ നോൺ ലീനിയർ എലിമെന്റ്. ഇതൊരു നോൺ ലീനിയർ എലിമെന്റ് ആയിരിക്കും. കാരണം ലീനിയർ എലിമെന്റ് ആവണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ ത്രൂ ഔട്ട് ദി വി ഐ കാരർ. വി ഐ കാരയുടെ ത്രൂ ഔട്ട് അതൊരു സ്ട്രേറ്റ് ലൈൻ ആയാൽ മാത്രമാണ് അതൊരു ലീനിയർ എലിമെന്റ് ആവുള്ളൂ. ഓക്കെ, ഇത് സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, കുറച്ച് ഭാഗത്ത് സ്ട്രേറ്റ് ലൈൻ ആണ്. അതുപോലെ തന്നെ ക്രോസിംഗ് ത്രൂ ഒറിജിൻ ഉണ്ട്. പക്ഷേ ഇറ്റ് ഇസ് എ നോൺ ലീനിയർ എലിമെന്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രേറ്റ് ലൈൻ ത്രൂ ഔട്ട് ദി വി ഐ കാരർ. ഇനി ഇത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ? നമുക്കറിയാം ഇതിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഒക്കെ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു പാസീവ് ഡിവൈസ് ആയിരിക്കും. ദിസ് എലിമെന്റ് ഇസ് എ പാസീവ് ഡിവൈസ്. ഇനി ഇത് യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ? നമുക്കറിയാം ഇത് രണ്ടും സിമെട്രിക്കൽ ആണ്. 1നും 3നും ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഇതൊരു ബൈലാറ്ററൽ എലിമെന്റ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന എലിമെന്റ് നോൺ ലീനിയർ പാസീവ് ബൈലാറ്ററൽ എലിമെന്റ് ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമുക്കറിയാം ഇതൊരു ഒറിജിൻ കൂടി ക്രോസ് ചെയ്യുന്നില്ല. സ്ട്രേറ്റ് ലൈൻ ഉണ്ട് എങ്കിലും ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ത്രൂ ദി പാസസ് ത്രൂ ഒറിജിൻ. അതുകൊണ്ട് ഇതൊരു നോൺ ലീനിയർ ആയിരിക്കും. അതുപോലെ ആക്റ്റീവ് ആണോ പാസീവ് ആണോ? നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ഇതിന് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അതുകൊണ്ട് ഇതൊരു ആക്റ്റീവ് എലിമെന്റ് ആയിരിക്കും. അതുപോലെ ഇത് ഫസ്റ്റിനും തേർഡിനും സിമെട്രിക്കൽ അല്ല. അതുപോലെ തന്നെ സെക്കൻഡിനും ഫോർത്തിനും സിമെട്രിക്കൽ അല്ല. അതുകൊണ്ട് ഇതൊരു യൂണിലാറ്ററൽ ആയിരിക്കും ഈ എലിമെന്റ്. ഓക്കെ, ഇതോ മൂന്നാമത്തെ എക്സാമ്പിളും ഇതും ഇതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ഇല്ല. അതുകൊണ്ട് നോൺ ലീനിയർ ആയിരിക്കും. ആക്റ്റീവ് ആണോ പാസീവ് ആണോ? നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ആക്റ്റീവ് എലിമെന്റ് ആയിരിക്കും. യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ? ഫസ്റ്റ് തേർഡ് ക്വാഡ്രന്റിലുണ്ട്, പക്ഷെ ഫസ്റ്റ് ക്വാഡ്രന്റിലില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലുണ്ട്, പക്ഷെ ഫോർത്ത് ക്വാഡ്രന്റിലില്ല. അതുകൊണ്ട് ഇതിന്റെ യൂണിലാറ്ററൽ. ഇങ്ങനെയാണ് നമ്മൾ ഒരു എലിമെന്റ് വി ഐ കാരർ തന്നിട്ട് അതിൽ നിന്ന് യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിർത്താണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച ബേസിക് ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സും നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.